നമസ്തേ, ഓം നമഃ ശിവായ. എല്ലാവർക്കും ആത്മാ പ്രണാമം. ശരനൂൽ യോഗത്തെ പറ്റിയിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സിൽ, ആമുഖ ക്ലാസ്സിൽ എന്താണ് ശരനൂൽ യോഗം എന്നുള്ളതും അത് ചെയ്താലുള്ള ചില ഗുണങ്ങളെയും പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ, യൂട്യൂബ് വീഡിയോ കണ്ടതിൽ പിന്നെ ധാരാളം ആൾക്കാർ ശരനൂൽ പഠിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയുണ്ടായി. ശരനൂലിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പറയണമെന്നും അതിൽ ധാരാളം പേര് ആവശ്യപ്പെട്ടു. ശരനൂൽ വിന്യാസയോഗം എന്ന രീതിയിൽ നമ്മളുടെ പുതിയ കോഴ്സ് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ സ്വാമി നിഹിലേശ്വരാനന്ദ പരമഹംസജി ചിട്ടപ്പെടുത്തിയ പൗരാണികമായ ശരനൂൽ യോഗത്തിൻ്റെ ശരനൂൽ വിന്യാസക്രിയ എന്ന കോഴ്സ് നമ്മൾ മെയ് 2nd വീക്കിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ലളിതമായ ഒരു കോഴ്സാണത്. അരമണിക്കൂറിൽ താഴെ മാത്രം സമയം വരുന്ന ക്രിയകളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ആർക്കും പഠിക്കാം. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, രാഷ്ട്ര, സ്ത്രീ, പുരുഷ ഭേദമന്യേ ഏത് മനുഷ്യനും ശരനൂൽ യോഗം പഠിക്കാം. അതിന് പ്രത്യേകിച്ചുള്ള നിയമങ്ങളോ വ്രതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിലുള്ള നമ്മളുടെ ലൈഫ് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളീ പറയുന്നത് പോലെ ശരം, നൂൽ എന്നീ 2 വാക്കുകൾ ചേർന്നിട്ടാണല്ലോ ശരനൂൽ എന്നുള്ള പദത്തിൻ്റെ ഉൽപ്പത്തി. അപ്പോൾ ഇതിൽ ശരം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു. ശരനൂൽ യോഗം എന്നത് ശരീരവും ശ്വാസവും മനസ്സും, ശരീരം, ശ്വാസം, മനസ്സ്, ഈ 3 ഘടകങ്ങളെയും ഏകീകരിക്കുന്നതിനുള്ള ആത്മീയമായൊരു യോഗമാർഗമാണ് ശരനൂൽ എന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ട് നമ്മളുടെ നാഡികളുണ്ട്. എന്താണ് നാഡികളെന്ന് പറഞ്ഞാൽ? നമ്മൾ കാണുന്ന നാഡീഞരമ്പുകളെന്ന് പൊതുവേ പറയാറില്ലേ നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയിലെ, അതല്ല, സൂക്ഷ്മ നാഡികളാണ്. നമ്മളെ ആസ്ട്രൽ ബോഡിയിലെ 70,000 നാഡീ സംവിധാനങ്ങൾ, ആ നാഡികളിലൂടെ ഒഴുകുന്ന സൂക്ഷ്മ ശക്തിയായിരിക്കുന്ന പ്രാണൻ. അപ്പം നാഡികൾ, പ്രാണശക്തി, ഇതിനെ അറിയുന്നതിനുള്ള മെത്തേഡ് ധ്യാനം. ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് ശരനൂൽ യോഗം. നമ്മളിവിടെ പഠിക്കുന്നത് ശരനൂൽ വിന്യാസക്രിയയാണ്. അപ്പോൾ ഭാരതത്തിൽ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒക്കെ ശരനൂൽ യോഗത്തെ വിവിധ രീതികളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത് തമിഴ് സിദ്ധ പാരമ്പര്യത്തിലാണ്. 18 സിദ്ധന്മാർ, അഗസ്ത്യർ തുടങ്ങിയിരിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലാണ് ഇത് ഏറ്റവും അധികം പോപ്പുലറായിരിക്കുന്നത്. മുരുകനുമായി ബന്ധപ്പെട്ട് പഴനി മുരുകക്ഷേത്രം, ഭോഗനാഥ മഹർഷി, കാലാങ്കിനാഥൻ തുടങ്ങിയിരിക്കുന്നവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ശരനൂലിൻ്റെ വളരെ പൗരാണികമായ ടെക്നിക്കുകളുണ്ട്. ഈ ശരനൂലിൽ വ്യത്യസ്തമായിരിക്കുന്ന പരമ്പരകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ശരനൂലിനെ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ശരം എന്ന് പറയുന്നത് ശ്വാസമാണ് എന്ന് പറയും. ശ്വാസം, അതിന് പിന്നിലെ സൂക്ഷ്മമായ പ്രാണൻ. ശരം. നൂൽ എന്ന് പറയുന്നതിന് നമ്മളുടെ ഇട, പിംഗള, സുഷുമ്ന നാഡികളെന്ന അർത്ഥമുണ്ട്. അപ്പോൾ ശ്വാസത്തെ അഥവാ ശരത്തെ, പ്രാണനെ നൂൽ, ഇട, പിംഗള, സുഷുമ്ന നാഡികളിലൂടെ കടത്തിവിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ എനർജിയെ, ശരീരത്തെ എനർജൈസ് ചെയ്യുക, മനസ്സിനെ എനർജൈസ് ചെയ്യുക, നമ്മുടെ ബുദ്ധിശക്തി എനർജൈസ് ചെയ്യുക, നമ്മുടെ ഉള്ളിലെ ആത്മീയ ശക്തിയെ, ഷഡാധാര ചക്രങ്ങളെ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂര, അനാഹത, വിശുദ്ധി, ആജ്ഞ, ചക്രതലങ്ങളെ, ഷഡാധാരങ്ങളെ എനർജൈസ് ചെയ്യുന്ന മെത്തേഡാണിത്. അതിലൂടെ ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, ബൗദ്ധികമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ദക്ഷിണേന്ത്യൻ സിദ്ധ സമ്പ്രദായവുമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ശരീരത്തെ ഒരു നൂൽ, ത്രെഡ് പോലെ കാണുകയും അതിലൂടെ പ്രാണശക്തി ഒഴുകുന്നതായി വിശദീകരിക്കുകയും ചെയ്യുന്നൊരു മെത്തേഡാണെന്ന് എന്ന് പറയുന്നു. ശരീരത്തിലെ സൂക്ഷ്മനാഡികളിലൂടെയുള്ള പ്രാണൻ്റെ പ്രവാഹത്തെയാണ് യഥാർത്ഥത്തിൽ ശരനൂലെന്ന് പറയുന്നത്. ശരം, ശ്വാസം, അതിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ പ്രാണൻ. നൂൽ എന്നുള്ളതിന് ശരീരം, ശരീരത്തിൻ്റെ ഉള്ളിലെ സൂക്ഷ്മനാഡികൾ. ആ 70,000 സൂക്ഷ്മനാഡികളിലെ ഇടാപിംഗള, സുഷുമ്ന നാഡികളിൽ അതിലൂടെ പ്രാണനെ പ്രവഹിപ്പിക്കുന്ന ടെക്നിക്കാണ്. ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ശരീരത്തിന് കായകൽപ്പം സംഭവിക്കും. എന്താണ് കായകൽപ്പം എന്ന് പറഞ്ഞാൽ? അസുഖങ്ങളില്ലാത്ത ഒരു ശരീരത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അസുഖങ്ങളില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അസുഖങ്ങളുണ്ടാവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് പാരമ്പര്യം, അച്ഛൻ്റെയും അമ്മയുടെയും ജീനുകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പാരമ്പര്യമായിരിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. അതുപോലെ ഈ ജീവിതത്തിലെ, ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്തൊരു ജീവിതം കൊണ്ട്, ശരിയായ വ്യായാമം ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വിഷയങ്ങൾ കൊണ്ട്, അതുപോലെ ശ്വസനത്തിൻ്റേതായിരിക്കുന്ന ആ പ്രശ്നങ്ങൾ കൊണ്ട്,
ഉറക്ക പ്രശ്നങ്ങൾ കൊണ്ട്, വ്യായാമരാഹിത്യം കൊണ്ട്, ശരിയായ പ്രകൃതിബന്ധമില്ലാത്തത് കൊണ്ട് ഒക്കെ നമ്മളുടെ ശരീരം പഞ്ചഭൂതാത്മകമാണല്ലോ ഈ ശരീരം. അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം, 5 എലമെൻറ്റുകൾ ചേർന്നിട്ടാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ആയുർവേദം പറയുന്നത് പോലെ ത്രിദോഷങ്ങൾ, വാതപിത്ത കഫ ത്രിദോഷങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നു. അപ്പോൾ ശരിയായ പ്രാണൻ നമ്മളുടെ ഈ നൂലുകളിലൂടെ, ഇടാപിംഗള സുഷുമ്ന നാഡികളിലൂടെ ശരിയായി പ്രവഹിപ്പിക്കുവാൻ പഠിച്ചാൽ അഗ്നി എപ്രകാരമാണോ അഴുക്കുകളെ കത്തിച്ചു കളയുന്നത് എന്നുള്ളതുപോലെ ശാരീരികമായ രോഗങ്ങളെയും മാനസികമായിരിക്കുന്ന പ്രശ്നങ്ങളെയും മാനസികമായിരിക്കുന്ന വൈകല്യങ്ങളെയും മാനസികമായ പലതരത്തിലുള്ള രോഗങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും. ബുദ്ധി സൂക്ഷ്മതയുള്ളതാകും. നിലവിലെ ഈ ലോക ജീവിതത്തിന് ആവശ്യമായ ബുദ്ധിശക്തി നന്നായിട്ട് വർദ്ധിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഗവേഷണ മേഖലകളിലുള്ളവർക്കൊക്കെ ബുദ്ധിശക്തിയെ വികസിപ്പിക്കാൻ കഴിയും. ഓർമ്മശക്തി, അതുപോലെ തന്നെ അപഗ്രഥന ശക്തി, നിർണയശക്തി, ആവിഷ്കരണ ശക്തി, ലാവണ്യാസ്വാദന ശക്തി, ഗവേഷണ ശക്തി, ഇങ്ങനെയുള്ള ബുദ്ധിയുടെ വിവിധ തലങ്ങൾ വർദ്ധിക്കും. അതുപോലെ അതീന്ദ്രിയമായ ബുദ്ധി, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. കണ്ണിലൂടെ കാഴ്ച, ചെവിയിലൂടെ കേൾവി, നാക്കിലൂടെ രുചി, മൂക്കിലൂടെ ഗന്ധം, ത്വക്കിലൂടെ സ്പർശനം. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകവുമായി ബന്ധപ്പെട്ട അറിവ് നമുക്കുണ്ടാകുന്നത്. ഈ ലോകത്തിന് അപ്പുറമായ അറിവുകളുമുണ്ട്, ഭൂമിക്ക് അപ്പുറമായിട്ടുള്ള അറിവുകളുമുണ്ട്. സൂക്ഷ്മ ലോകങ്ങൾ എന്ന് പറയും, ആസ്ട്രൽ വേൾഡ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ 6ാം ഇന്ദ്രിയം, 6th സെൻസ്, 3rd ഐ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള പല മെത്തേഡുകൾ ഈ ശരനൂലിലുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ പാരമ്പര്യം, ഹിമാലയത്തിലെ അതിപൗരാണികമായ സിദ്ധാശ്രമ പരമ്പരാ പാരമ്പര്യത്തിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ശിവരാജയോഗ മെത്തേഡുകൾക്കാണ്. ശിവകുണ്ഡലിനി യോഗം, ശിവരാജയോഗ മെത്തേഡുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ സൂര്യചക്ര മഹാസാധന എന്ന് പറയുന്നൊരു സാധനാക്രമവും, അതേപോലെ തന്നെ ശരനൂലിൻ്റെ തന്നെ ആദ്യപടി ബേസിക് ലെവലിലുള്ള ശരനൂൽ വിന്യാസ യോഗം അല്ലെങ്കിൽ ശരനൂൽ വിന്യാസ ക്രിയ, ശരനൂൽ വിന്യാസ ധ്യാനമാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ഈ പലരും ശരനൂല് പഠിക്കാൻ ആഗ്രഹപ്പെട്ട് വരുന്നത് ഇത് പഠിച്ചാലുള്ള സിദ്ധികളെ പറ്റി കേട്ടിട്ടാണ്, പ്രത്യേക കഴിവുകളെ പറ്റി കേട്ടിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, സാർ ഈ ശരനൂൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ കിളികൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആകാശഗമനം നമുക്ക് സാധിക്കുമോ? നമ്മൾ ഇത്തരത്തിലുള്ള പല സിദ്ധികളുണ്ട്. അണിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രകാമ്യ എന്നൊക്കെ പറയുന്ന അഷ്ടസിദ്ധികളും അതിനപ്പുറമായ ചില മഹാസിദ്ധികളുമുണ്ട്. ഇതൊന്നും നിസ്സാരമായിട്ട് കിട്ടുന്ന കാര്യമല്ല. നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് 1 മാസം കൊണ്ട് അഷ്ടസിദ്ധികൾ നേടിത്തരാം, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങളുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി നിങ്ങളുടെ 3rd ഐ ഓപ്പൺ ചെയ്യിപ്പിച്ച് തരാമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് അസാധ്യമായൊരു കാര്യമാണ്. യഥാർത്ഥ ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ അങ്ങനെ യാതൊരു ഓഫറുകളും അവർ പറയില്ല. നിങ്ങൾ ക്രിയ ചെയ്ത് അനേക ജന്മങ്ങളിൽ നിങ്ങൾ ആർജിച്ച കർമ്മദോഷങ്ങളുടെ, പാപങ്ങളുടെ, അജ്ഞാനങ്ങളുടെ കറകളെ, അഴുക്കുകളെ നിങ്ങളുടെ നാഡീ സംവിധാനങ്ങളിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ബോധത്തിൽ നിന്ന് സ്വയം ഉപാസന ചെയ്ത് മാറ്റുമ്പോൾ മാത്രമേ നിങ്ങളിൽ ആത്മബോധം ഉണ്ടാകും. നിങ്ങളുടെ മൂലാധാരത്തിലെ ശക്തി ഷഡാധാരങ്ങളെ ഭേദിച്ച് ആജ്ഞ കടന്ന്, ആജ്ഞയിൽ ഈ എനർജി എത്തിയാലേ 3rd ഐ ഓപ്പൺ ആകും. പിന്നീട് സഹസ്രാരയിലേക്ക് പോകാൻ പറ്റും. ഇതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള കുണ്ഡലിനി ക്രിയാമാർഗം എന്ന് പറയും. അതല്ലാതെ ഒരു ഗുരുവിനും ഒരു ടച്ചിങ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഒരിക്കലും ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഗുരു പരമ്പര ഒരു മെത്തേഡ് നിങ്ങൾക്ക് തരും. നിങ്ങളത് കൃത്യമായി ചെയ്ത്, നിങ്ങൾ തന്നെ ഇതിനു മുമ്പ് എത്ര ജന്മങ്ങളുണ്ടായിരുന്നു നമുക്കറിയില്ല, 10ഓ 100ഓ ഒക്കെ ആയിരിക്കും. ആ ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചു വെച്ച കർമ്മദോഷങ്ങളും പാപങ്ങളും അജ്ഞാനങ്ങളും നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ, നമ്മുടെ നാഡീ സംവിധാനങ്ങളിൽ, ചക്ര സംവിധാനങ്ങളിൽ, ബോധമനോമണ്ഡലങ്ങളിലൊക്കെ അഴുക്കുകളായി അടുങ്ങി ഇരിപ്പുണ്ട്. ഈ അഴുക്കുകൾ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ, ആ ഒളിയെ നമുക്ക് കാണാൻ സാധിക്കാത്തത്, അല്ലേ? അഴുക്കുകളുണ്ടെങ്കിൽ ഒരു ട്യൂബിൽ അഴുക്കുകൾ പിടിച്ചിരുന്നാൽ അതിൻ്റെ പ്രകാശം നന്നായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരമേശ്വരനാകുന്ന ആ മഹാസൂര്യൻ, മഹാശക്തി, മഹാവെളിച്ചമുണ്ട്. പക്ഷെ കർമ്മദോഷങ്ങളാകുന്ന കറ, അഴുക്ക്, കാർമേഘം വന്നതിനെ മൂടിയിരിക്കുകയാണ്. സൂര്യനെ കാർമേഘം മൂടിയാൽ അതിൻ്റെ പ്രകാശം കിട്ടുമോ? ഇല്ല, കാർമേഘം മാറുമ്പോഴാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യമുണ്ട്. അനേക ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മദോഷങ്ങളാകുന്ന കാർമേഘങ്ങൾ കൊണ്ട് ആ ഈശ്വരീയ ചൈതന്യമാകുന്ന സൂര്യൻ്റെ പ്രകാശം പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ കാർമേഘത്തെ മാറ്റണം, അഴുക്കിനെ തുടച്ച് കളയണം, കഴുകിക്കളയണം. അതിന് കൃത്യമായ മെത്തേഡുകൾ ചെയ്യണം. അപ്പോൾ ഇവിടെ പലരും ശരനൂൽ ഇടയിലൂടെ പ്രാണനെ പ്രവേശിപ്പിക്കാൻ പറ്റും, പിംഗളയിലൂടെ മാറ്റാൻ പറ്റും, വലത് ശര ഇങ്ങോട്ട് മാറ്റാൻ പറ്റും, ഇടത് ശര ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. ഇത് വെറുതെ പറഞ്ഞാൽ മാറുമൊന്നുമില്ല. അതിന് കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ
പരിശീലിച്ച് നാഡീശുദ്ധി വന്ന് മനഃശുദ്ധി വന്ന് ചക്രങ്ങളിൽ സ്വാധീനമുണ്ടാകുമ്പോൾ മാത്രമേ ഈ വലത് ശരം, ഇടത് ശരം, മധ്യമ ശരത്തെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതിലൂടെ മനസ്സിനെ, ബോധത്തെ, ചക്രതലങ്ങളെ ഒക്കെ പറ്റൂ. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള മഹാസിദ്ധികളൊക്കെ ലഭിക്കുക. അതിന് 12 വർഷത്തോളമൊക്കെയുള്ള കഠിന തപസ്സുകൾ വേണം. പണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും പലരും ആ കഥ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു എനിക്ക് ജലസ്തംഭന സിദ്ധിയുണ്ട്. ജലസ്തംഭനം എന്ന് വെച്ചാൽ എന്താ? പത്മപാദനൊക്കെ പണ്ടുണ്ടായിരുന്ന ശങ്കരാചാര്യർ ശിഷ്യനായിരുന്ന പത്മപാദൻ ഉണ്ടായിരുന്ന ഒരു സിദ്ധി. ഒരിക്കൽ ഈ പത്മപാദൻ നദിക്ക് അക്കരെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മറ്റ് ശങ്കരാചാര്യ ശിഷ്യർ പറഞ്ഞു, ഈ പത്മപാദൻ നമ്മളെപ്പോലെയൊന്നുമല്ല, അവന് വലിയ ബുദ്ധിയും ബോധമൊന്നുമില്ല, നമുക്കൊരു നാണക്കേടാണ് അവൻ്റെ പല പ്രവർത്തനങ്ങളും. പക്ഷേ പത്മപാദൻ, അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊന്നായിരുന്നു. ഗുരുവിനോട്, ശങ്കരാചാര്യരോട് പൂർണ്ണമായ സമർപ്പണമുള്ള ആളായിരുന്നു. അദ്ദേഹം ഇൻ്റലക്ച്വലി വലിയ പാണ്ഡിത്യം മറ്റുള്ളവരെ പോലെ ഇല്ലെങ്കിലും ഗുരുഭക്തി വളരെയധികം ഉള്ള ആളായിരുന്നു. ശങ്കരാചാര്യർക്കറിയാം മറ്റ് ശിഷ്യന്മാർക്ക് തങ്ങൾക്ക് നല്ല അറിവുണ്ട്, പാണ്ഡിത്യമുണ്ടെന്ന് കരുതി കുറേയേറെ അഹങ്കാരമുണ്ട്. പത്മപാദൻ അത്രയും പഠിക്കാനുള്ള കഴിവില്ലെങ്കിലും ഗുരുവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോൾ ഒരു യഥാർത്ഥ ഗുരുവിന് യഥാർത്ഥ ശിഷ്യന്മാരെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു, നിങ്ങൾക്കില്ലാത്ത ചില ഗുണങ്ങൾ അവനുണ്ട്, അവന് പൂർണ്ണമായ ഗുരുഭക്തിയുണ്ട്. അപ്പോൾ ശങ്കരാചാര്യർ നോക്കുമ്പോൾ അദ്ദേഹം നദിയുടെ അക്കരെ നിൽക്കുകയാണ്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പത്മപാദ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത്, മറ്റെന്തോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹം ഗുരു വിളിച്ചത് കേട്ട് നദിയാണെന്ന് പോലും ഓർക്കാതെ ജലത്തിന് മുകളിലൂടെ വന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുഭക്തിയുടെ ശക്തി കൊണ്ട് അദ്ദേഹം നദിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ നദിക്ക് മുകളിൽ ഓരോ താമരകൾ അദ്ദേഹം നടന്നു പോകുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആ താമരയിൽ ചവിട്ടിയാണ് അദ്ദേഹം പോകുന്നത്. ഇത് കഥയാണ്, ഗുരുഭക്തിയെ സൂചിപ്പിക്കുന്നതിനുള്ള കഥയാണ്. അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന പേര് മാറ്റി അദ്ദേഹത്തിന് പത്മപാദർ എന്നായി എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സിദ്ധികൾ, ഇപ്പോൾ ഈ ജലസ്തംഭന സിദ്ധി രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊരു സിദ്ധിയുണ്ട്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ചോദിച്ചു, കുഞ്ഞെ ഈ സിദ്ധി നേടാൻ നീ എത്ര വർഷം എടുത്തു? അപ്പോൾ പറഞ്ഞു, 12 വർഷത്തോളം. ഒരു വ്യാഴവട്ടക്കാലമാണ് ഈ സിദ്ധി നേടാനായിട്ട് ഇദ്ദേഹം മണിക്കൂറുകൾ, 10-12 മണിക്കൂറാണ് ഒരു ദിവസം ഈ സിദ്ധിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. രാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ്, അരയണ, അന്നത്തെ നമ്മൾ 1 രൂപ 2 രൂപ പോലെ അന്നത്തെ അരയണ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു തോണിക്കാരന് അരയണ കൊടുത്താൽ ഈസി ആയിട്ട് നിനക്ക് തോണി കയറി നദി കടക്കാം. അതിന് നിൻ്റെ ഇത്രയും വർഷത്തെ തപസ്സും ഇത്രയും വർഷത്തെ എനർജിയും നീ വേസ്റ്റാക്കിയില്ലേ എന്നാണ് ചോദിക്കുക. അപ്പോൾ സിദ്ധികൾ നേടാൻ വേണ്ടി നമ്മളുടെ സമയം കളയരുതെന്നുള്ളതാണ്. നമ്മൾക്ക് വളരെ കുറഞ്ഞ ആയുസ്സും ഒക്കെ ഉള്ളൂ. ഒരു 10-100 വർഷം കഴിയുമ്പോൾ നമ്മളാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ കുറഞ്ഞ കാലത്തിനിടയിൽ ഏറ്റവും വലിയ സിദ്ധിയായ മഹാസിദ്ധനായ പരമേശ്വരനെ ആത്മസാക്ഷാത്കാരം നേടുകയാണ് ഏറ്റവും വലിയ സിദ്ധി. നിലവിലുള്ള നമ്മളുടെ ലൗകിക ജീവിതം, ഭൗതിക ജീവിതം ശാന്തിയോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുക. രോഗങ്ങളില്ലാത്ത, അലട്ടലുകളില്ലാത്ത, അല്ലലുകളില്ലാത്ത ശാന്തസുന്ദരമായൊരു ജീവിതം നയിക്കുക. ഒപ്പം ആത്മീയമായ സാധനകളെ ചെയ്ത് ഈശ്വരൻ്റെ കൃപ, ഈശ്വരീയ ആനന്ദം, ഈശ്വരീയമായ ബോധം, ഈശ്വരീയമായ ജ്ഞാനം നിറയ്ക്കുക. അങ്ങനെ ഭൗതികവും ആത്മീയവുമായ ജ്ഞാനം നേടലാണ് യഥാർത്ഥ സിദ്ധി. അതല്ലാതെ നമ്മൾ കാക്ക സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടിട്ടോ, കുയിൽ സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് അറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ അക്ഷഹൃദയം പഠിക്കാനായിട്ട് പോയിട്ടോ, ഇതുപോലെ നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റുള്ളവൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പോയിട്ടോ, ജലസ്തംഭനം പഠിച്ചിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇന്നിപ്പോൾ ജലസ്തംഭനം ആവശ്യമില്ല. പണ്ട് കാലത്ത് ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ സിദ്ധികൾ ഋഷികൾ വികസിപ്പിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളീ പറയുന്നത് പോലെ നദികൾ കടക്കാൻ വള്ളങ്ങൾ ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിൽ ഋഷികൾ അവരുടെ തപശക്തി ഉപയോഗിച്ച് ജലത്തെ സ്തംഭിപ്പിച്ച് അതിന് മുകളിലൂടെ നടന്നു പോയിട്ടുണ്ട്. വിമാനമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വായുഗമന സിദ്ധികളിലൂടെ, ആകാശത്തിലൂടെ അവർ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനുവേണ്ടി അത്രയും സമയവും ഊർജ്ജവും പ്രാണിക് എനർജിയും ആയുസ്സും വേസ്റ്റ് ചെയ്യണോ? നിങ്ങൾക്ക് ബോട്ടിൽ കയറി, കപ്പലിൽ കയറി ഒരു കടൽ കടക്കാം, നദി കടക്കാം. വിമാനത്തിലൂടെ നിങ്ങൾക്ക് ഈസിയായിട്ട് വായുവിനെ കടന്ന് നിങ്ങൾക്ക് പോകാം. അപ്പോൾ വെറുതെ നമ്മളുടെ ഊർജ്ജവും സമയവും ഇങ്ങനെയുള്ള സിദ്ധികൾക്ക് വേണ്ടി ചെലവഴിക്കാതിരിക്കുക. മറ്റുള്ളവൻ്റെ മനസ്സ് വായിച്ചിട്ട് എന്താ ഗുണം? നമുക്ക് കുറേ സിദ്ധനാണ് എന്ന് കാണിക്കാം. അതിന് വല്ല മാജിക്കോ ഹിപ്നോട്ടിസമോ മെസ്മറിസമോ ഒക്കെ നമ്മൾ പഠിച്ചാൽ അങ്ങനെയുള്ള ഷോ നമുക്ക് കാണിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സിദ്ധികൾ കൊണ്ട് ഗുണമില്ല. ഇനി ഈ സിദ്ധികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പനിനീർ പൂവിന് സുഗന്ധം സ്വാഭാവികമാണെന്നുള്ളതുപോലെ നമ്മളുടെ കുണ്ഡലിനി ശക്തി ജാഗ്രതായി, തേർഡ് ഐ ഓപ്പണായി നമ്മൾ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ തനിയെ ഇത്തരത്തിലുള്ള സിദ്ധികൾ നമുക്ക് വരും എന്നാണ് യോഗിമാർ പറയുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല. ഈശ്വരനാകുന്ന മഹാസിദ്ധന് വേണ്ടി ഉപാസന ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അന്നേരം നമുക്ക് ഇതിലൊന്നും ഭ്രമം ഉണ്ടാവില്ല. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു സിദ്ധന് സ്വർണ്ണത്തിലോ പണത്തിലോ ഭൗതിക വസ്തുക്കളിലോ എന്തിലെങ്കിലും താല്പര്യം ഉണ്ടാവുമോ?
അത് നമ്മളെപ്പോലെയൊക്കെയുള്ള ലൗകികർക്കാണ്. അവർ ആത്മജ്ഞാനം എന്ന മഹാലഹരിയിലാണ്, മഹാജ്ഞാനത്തിലാണ്. അവർക്ക് ഭൗതികമായ ഒന്നും അവരെ സ്വാധീനിക്കില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന ശരനൂൽ വിന്യാസക്രിയ എന്ന് പറഞ്ഞാൽ ശരനൂലിലേക്കുള്ള മാർഗ്ഗമാണ്. ഇതിനെ ബേസിക്, അഡ്വാൻസ്, മാസ്റ്റർ എന്നീ 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. ലളിതമായിരിക്കുന്ന ചില യോഗിക് ക്രിയകൾ, വ്യായാമങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രത്യേകമായ ചില പ്രാണായാമ മെത്തേഡുകൾ വരുന്നുണ്ട്. പ്രത്യേകമായ ധ്യാനക്രിയകൾ വരുന്നുണ്ട്. സവിശേഷമായ സങ്കല്പക്രിയകളോട് കൂടിയിട്ട് ആണ്. അതായത് ഇട, പിംഗള, സുഷുമ്ന നാഡീ സംവിധാനങ്ങളെ എനർജൈസ് ചെയ്യുക, മനസ്സിനെ ഏകാഗ്രമാക്കുക, മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കുക, നമ്മുടെ ഇട, പിംഗള, സുഷുമ്ന നാഡികളിലൂടെയുള്ള പ്രാണൻ്റെ പ്രവാഹത്തെ ശക്തിപ്പെടുത്തുക, ചക്രങ്ങളെ പ്യൂരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള മെത്തേഡുകളായിട്ടാണ് നമ്മൾ ശരനൂൽ വിന്യാസക്രിയ പഠിപ്പിക്കുന്നത്. ഇത് സിദ്ധാശ്രമ പരമ്പരയിലെ ടെക്നിക്കാണ് പഠിപ്പിക്കുക. പല ഗുരുപരമ്പരകളും പല രീതിയിൽ ശരനൂലിനെ പഠിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാർഗ്ഗങ്ങൾ വ്യത്യസ്തമാണ്, ലക്ഷ്യം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മെയ് 2nd വീക്കിലാണ് നമ്മൾ ആരംഭിക്കുക. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ വാട്സപ്പിലേക്ക് നമ്പർ അയച്ചാൽ അതിൻ്റെ വിശദമായ സിലബസും ജോയിൻ ചെയ്യുന്നതിനുള്ള മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നമസ്തേ. ഓം നമഃ ശിവായ.